എടോ ഇല്ല, നമ്മൾ ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഗുണ്ടാന്ന് പറഞ്ഞാൽ യാതൊരു പേടിയില്ല. ശരിയാ, ഈ ബ്ലാക്ക് ആയിട്ട് ജോലിക്കൊക്കെ പോയി പോയി ഇമേജ് മൊത്തം തകർന്നെടുക്കുക. ആന്നേ, കഴിഞ്ഞ ദിവസം ഞാൻ ആ മോളിന്റെ സൈഡിൽ കൂടെ നടന്നു വരുമ്പോ ഒരു നരന്ത് പെങ്കൊച്ച് എന്നോട് ചോദിക്കുക, ചേട്ടാ ഒരു ഫോട്ടോ എടുത്തു തരാമോ? എന്റെ നടത്തം കണ്ട് അറിയാൻ പാടില്ല ഞാനൊരു ഗുണ്ടയാന്ന്. എന്നിട്ട് ഫോട്ടോ എടുത്തു കൊടുത്തോ? ആ, അത് പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാനൊന്ന് ലോക്കായി പോയി. കഷ്ടം. ഷർട്ടൊക്കെ ആകെ ലൂസായി, മസിലൊന്നും അങ്ങനെ എടുത്ത് കാണിക്കണില്ല. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നമുക്ക് പ്രൊഫഷണലായി തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം, ഒരു ഗുണ്ടാ ഗ്രൂപ്പ്. ആ അതെ അതെ, അതിനാരും കണ്ടാൽ ചേട്ടൻ ഒരു നേതാവും വേണം നമുക്ക്. ആ അങ്ങനെ ഒരാൾ എനിക്ക് പരിചയമുണ്ട്. ആരാ അയാള്? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അയാൾ ഇന്ന് തന്നെ പോയി മുട്ടാം. വാ വാ, ഇപ്പൊ തന്നെ നമുക്ക് പോവാ. ആ പോവാ. സജീവ് ഭായ്, സജീവ് ഭായ്, വീട്ടിന്റെ മുമ്പിൽ വന്ന് എന്നാ വിളിച്ചു പോകുന്നത്? സജീവ് ഭായ്, ഇത് മല്ലൻ. കാലങ്ങളായി നമ്മൾ രണ്ടാളും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. മല്ലൻ പറയടാ പ്ലാന്. ഭായ്, ഇനി അങ്ങോട്ട് നമുക്കൊരു ഗ്രൂപ്പായിട്ട് ഇന്ന് വർക്ക് എടുക്കാനൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാൻ. അതിന് ഭായിയുടെ ഒരു ഹെൽപ്പ് വേണം. നമുക്കൊരു ലീഡറെ വേണം. നമ്മുടെ ഗ്യാങ് തലവനായിട്ട് ഭായിനെയാണ് നമ്മൾ കാണുന്നത്. സജീവ് ഭായിയുടെ പോലെ ഒത്തവണ്ണി ഡിസ്ട്രിക്റ്റിലേ ഇല്ല. ശരി ശരി, ഞാൻ ബിസിയാണ്. എന്നാലും നിങ്ങൾ വന്ന് പറഞ്ഞതല്ലേ, നമുക്ക് നോക്കാം. എടോ മനുഷ്യ, താനവിടെ എന്തോടുക്കും? എത്ര നേരം പാത്രം കഴിയിട്ടില്ല, ഒന്നും കഴിയിട്ടില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ തുണി അലക്കാൻ തരാൻ. എപ്പോഴാ ഇനി വരിക എന്തോ? ഓ ഇതാ ഞാൻ വന്നു മോളെ. ബൈ ബൈ ബൈ. അയ്യേ, ഈ എലി പോലെ പോയ ഇയാളാണോ നമ്മുടെ നേതാവാൻ പോണേ? എനിക്ക് തോന്നണല്ലേ ഇത് ശരിയാവുന്നു കേട്ടോ. അയ്യയ്യേ, ഛേ.